മറിയ, അവൾക്ക് എത്ര ഭൂതം ഉണ്ടായിരുന്നു? 7. തങ്കമേന്റി പറഞ്ഞതുപോലെ 7. സ്തോത്രം. 7 ഭൂതങ്ങളാൽ ബാധിച്ചവളാണ് അലമുറയിട്ട് നിലവിളിച്ചുകൊണ്ട് നടന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവിടെ നോക്കൂ, 120 പേര്, അവിടെ എത്ര, ഏകദേശം 120 പേരുള്ള ഒരു സംഘം കൂടിയിരുന്നു. ഇരിക്കുമ്പോൾ പത്രോസ് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് ശക്തമായി ശുശ്രൂഷിപ്പാനിടയായി. പ്രൈസ് ദി ലോർഡ്. തങ്കമേന്റി അതൊന്ന് മൈക്ക് ഓഫ് ചെയ്യാമോ? ഏറ്റവും ശക്തമേറിയ ശുശ്രൂഷ അവിടെ വെളിപ്പെടുത്തി. പെന്തക്കോസ്ത് നാളിന്റെ അർത്ഥം എന്നറിയാമോ? പെന്തക്കോസ്ത് നാൾ പറയാം, നമ്മുടെ റോസലി സിസ്റ്റർക്കും പറയാം, ആർക്കും പറയാം. പെന്തക്കോസ്ത് നാൾ 50-ാം നാൾ. 50-ാം നാൾ. ഏതിന്റെ 50-ാം നാൾ? ഏതിന്റെ 50-ാം നാൾ? കറക്റ്റാ. അവിടെ ഒരു ഉത്സവം ഉണ്ടായിരുന്നു. അവിടെ ഒരു ഉത്സവം ഉണ്ടാവും, ഉത്സവമുണ്ട്. പക്ഷെ അവിടെ ഈ 124 രാജ്യക്കാരും കൂടെ ഒരുമിച്ച് കൂടുന്ന ഒരു ഉത്സവം. ഗോതമ്പ് വിതച്ച് 50-ാം നാൾ അത് കൊയ്യും. അന്നാണ് ഇതെല്ലാവരും കൂടെ കയറി അവിടെ വന്ന് ഒരു സംഘമായി കൂടിയിരുന്ന് ഗോതമ്പ് അരകല്ലിൽ അരച്ച് വലിയ അടയെല്ലാം ചുട്ട് വീഞ്ഞെല്ലാം കുടിച്ച് ഇവരിങ്ങനെ അട്ടഹസിച്ചിരിക്കുമ്പോഴാണ് മാളിക മുറിയിൽ ഒരു മനുഷ്യൻ്റെ അന്യഭാഷ അടയാളത്തോടുകൂടി കൃപാവരത്തോടെ ഒരു മനുഷ്യൻ അവിടെ ശക്തമേറിയ പ്രവചനം ആത്മാവിൽ ശുശ്രൂഷിക്കുന്നു. അവൻ്റെ പേരാണ് പത്രോസ്. ഇപ്പോ ലിൻഡ, ലിറ്റി രണ്ടുപേരിപ്പുണ്ട്. ലിൻഡ പറയുന്ന അഭിഷേകത്തിന്റെ അന്യഭാഷ, ലിറ്റി അത് വ്യാഖ്യാനിക്കണം. ഇപ്പൊ ലിൻഡ, ലിറ്റി രണ്ടുപേരും കൂടെ അന്യഭാഷ പറയുമ്പോൾ റാണി സിസ്റ്റർ അതിനെ വ്യാഖ്യാനിക്കണം. ഇതുപോലെയായിരുന്നു അവിടെ. എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഓരോ രാജ്യത്തിലെ ഭാഷകൾ പറയാൻ തുടങ്ങി. ഇന്ന് ആ അന്യഭാഷയെല്ലാം അന്യായ ഭാഷയായി മാറി. ആർക്കും വ്യാഖ്യാനിക്കാൻ പോലും പറ്റാത്ത ഭാഷയായി. ഓരോ രാജ്യക്കാരുടെ ഭാഷയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഇടയിൽ നിന്ന് ദൈവാത്മാവിൻ്റെ അഭിഷേകം നഷ്ടപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. ഇന്നലെ ക്ലാസ്സിൽ കയറിയവർക്കായി സ്തോത്രം. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ക്ലാസ്സിൽ കയറണം കേട്ടോ. ഒരു സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് ചൊവ്വാഴ്ച ദിവസം. ഇല്ലാതിരിക്കുന്നത് എന്താ ജോലി? സ്തോത്രം. ഒരു ജോലിയില്ല, വെറുതെ കുത്തിരിപ്പാ. കയറണം ക്ലാസ്സിൽ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു വിസിറ്റിംഗ് വരണുണ്ട് നിങ്ങളുടെ വീട്ടിലെല്ലാം ഇടയ്ക്ക്. സ്തോത്രം. പറയാതെ വരാം. അപ്പോഴെന്തൊക്കെയാണ് അവിടെ ജോലി എന്നറിയാമല്ലോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അടുത്ത് 6:18 വാക്യം, 6:18 വാക്യം, 7:19 വാക്യം, 8:23 വാക്യം, 9:26 വാക്യം. ഒരു അധ്യായത്തിനകത്ത് ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ് 15 വാക്യം. അവിടെ ഇങ്ങനെ പറയുന്നു, അവരൊരുമിച്ച് അവിടെ കൂടിയിരുന്ന് ആരാധിച്ചു എന്നാണ്. എന്നാൽ 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ 4-ാമത്തെ വാക്യം പറഞ്ഞ് എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അല്ലേ? ശരിയല്ലേ? 4-ാമത്തെ വാക്യം 2-ാം അധ്യായത്തിൽ. എന്നാൽ 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ആശ്ചര്യപ്പെട്ടു, ഈ സംസാരിക്കുന്നവർ എല്ലാം ഗലീലക്കാർ അല്ലയോ എന്ന് പറഞ്ഞാൽ ആ വെളിയിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഭാഷയാണ് അകത്തിരിക്കുന്നവർ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. 28 അധ്യായത്തിനകത്ത് നിന്ന് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. 11-ാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പോഴും 14-ാമത്തെ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് വാക്യങ്ങൾ മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. അതിൻ്റെ അകത്ത് 2-ാം അധ്യായത്തിൽ നമുക്കറിയാം ഏറ്റവും പരമപ്രധാനമായ കാര്യം 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൂടിയിരുന്നു. സ്തോത്രം.
1, 2, 3, 4, 5 ഈ 5 അധ്യായം ഒരുമിച്ച് പഠിക്കുമ്പോൾ ഈ 1-ാമത്തെ അധ്യായത്തിനകത്തും 2-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തെക്കുറിച്ചുള്ള വെളിപ്പാട് ഈ 5 പുസ്തകത്തിനകത്ത് കിട്ടും. ഈ 5 പുസ്തകത്തിനകത്ത് ആമേൻ. അതിനകത്ത് ബാക്കി വന്നത് 28-ാമത്തെ അധ്യായത്തിലും 23-ാമത്തെ അധ്യായത്തിലും നമുക്കവിടെ കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. 23-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു, 17-ാമത്തെ അധ്യായത്തിലും കാണാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അടുത്ത് 3-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ഈ 3-ാമത്തെ അധ്യായത്തിനകത്ത് നിന്നുകൊണ്ട് നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് ഒത്തിരി ആശയങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. 3-ാമത്തെ അധ്യായത്തിൽ പ്രൈസ് ദി ലോർഡ്. അവിടെ 3-ാം അധ്യായത്തിനകത്ത് 1-ാമത്തെ വാക്യം പറയുന്നതാണ്, ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണി നേരത്ത്. അതാണ് ആ പുസ്തകത്തിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള ഒരു പദം. പ്രൈസ് ദി ലോർഡ്. 9-ാം മണി നേരത്ത് അവരാരാധിക്കാനായി കടന്നു പോകുമ്പോൾ അതിനകത്ത് പ്രൈസ് ദി ലോർഡ് അമ്മയുടെ ഉദരം മുതൽ ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുക. പ്രൈസ് ദി ലോർഡ്. ചപ്പാണിയായിട്ട്, മുടന്തനായിട്ട്. 2:36 നമ്മൾ പഠിക്കുമ്പോഴും 2:16 പഠിക്കുമ്പോഴും 2:22 പഠിക്കുമ്പോഴും ദൈവം കാണിച്ചു തന്ന ഒരു മനുഷ്യൻ ആര്? യേശു. 2 ആമേൻ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 16 2:22 നമ്മൾ പഠിക്കുമ്പോൾ ദൈവം കാണിച്ചു തന്ന പുരുഷൻ ആര്? അത് യേശുവാണ്. പ്രൈസ് ദി ലോർഡ്. മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. നോട്ട് നിങ്ങൾ മാത്സും എഴുതിയെടുക്കുക. നമുക്കിതിനകത്ത് ലാസ്റ്റ് മാത്രമേ, നമുക്ക് 4-ാമത്തെ സെമസ്റ്ററിൽ നമുക്ക് ലാസ്റ്റ് മാത്രമേ ഇതിൻ്റെ എക്സാം ഉണ്ടാകത്തുള്ളൂ. ഈ പുസ്തകത്തിനകത്ത്, ഈ പുതിയ നിയമത്തിനകത്ത് നിന്ന് ഷോർട്ടായിട്ട് ഓരോ അധ്യായത്തിൽ ഓരോ വാക്യമേ കാണത്തുള്ളൂ. ആമേൻ. അത് നിങ്ങൾ അതിനകത്തുള്ള വാക്യങ്ങൾ എഴുതി വെച്ചിരിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാവരും ബൈബിൾ സർവേ എന്നൊരു പുസ്തകം വാങ്ങണം. എന്താണ് വാങ്ങേണ്ടത്? ബൈബിൾ സർവേ ഒരു പുസ്തകം നിങ്ങൾ വാങ്ങണം. നിങ്ങൾ എല്ലാവരും അഭിഷിക്തന്മാരും ദൈവകൃപ പ്രാപിച്ചവരുമാണ്. എല്ലാവരും ബൈബിൾ സർവേ എന്നൊരു പുസ്തകം വാങ്ങിക്കണം. പ്രൈസ് ദി ലോർഡ്. പിന്നെ സെൻട്രൽ റെഫറൻസ് എന്നുള്ളൊരു പുസ്തകം കൂടെ ബൈബിളോട് നിങ്ങൾ വാങ്ങണം. പ്രൈസ് ദി ലോർഡ്. സെൻട്രൽ റെഫറൻസ് ഒരു ബൈബിൾ നിങ്ങൾ വാങ്ങണം. ആമേ. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. 4-ാമത്തെ അധ്യായത്തിൻ്റെ 3:4 അതിൽ പറയുന്നത്, പത്രോസ് യോഹന്നാനോട് കൂടെ അവൻ എന്ത് ചെയ്തു? ഉറ്റുനോക്കി. പ്രൈസ് ദി ലോർഡ്. ഒരു ഒറ്റുനോക്ക് അവിടെ വരികയാണ്. എന്താ അവിടെ ഉറ്റുനോക്കിയത്? വല്ലതും കിട്ടുമെന്ന് പറഞ്ഞ അല്ലേ? നമ്മൾ ഉറ്റുനോക്കാറുണ്ട്. എന്തെങ്കിലും ലഭിക്കുമോ, എന്തെങ്കിലും കിട്ടുമോ? കിട്ടും. ദൈവത്തെ ഒറ്റുനോക്കുന്നവന് ലഭിക്കും, ഉറപ്പായിട്ടും. ഞാൻ പറയട്ടെ, എല്ലാവരും തള്ളിക്കളഞ്ഞവനെ ദൈവം ചേർത്ത് നിർത്തിയില്ലേ? ആമേൻ. അല്ലേ? എല്ലാവരും തള്ളിക്കളഞ്ഞവനെ ചേർത്ത് നിർത്തിയിട്ട് പറയാ, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഒരിക്കലും നീ പേടിക്കണ്ട. സ്തോത്രം. നോക്കിക്കേ, ആ 3-ാമത്തെ അധ്യായത്തിൻ്റെ നമുക്കറിയാം 9-ാം മണി നേരത്ത് 3:1, 3:2, 3:4, 3:6 3:6 നമ്മൾ പഠിക്കുമ്പോഴും അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പ്രൈസ് ദി ലോർഡ്. 3:6 നമ്മൾ എന്താ വായിച്ചത്? 3:6 അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് ആമേൻ നിനക്ക് തരുകയാ. നീ എന്ത് ചെയ്യണം? എണീക്കുക ഇന്ന് പകലിൽ. അപ്പോൾ പരിശുദ്ധാത്മാവ് അവരിൽ നിറഞ്ഞു നിന്നുകൊണ്ടാണ് പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കുറച്ച് നമുക്ക് എഴുതാം ഈ പുസ്തകത്തിൻ്റെ. പ്രൈസ് ദി ലോർഡ്. ചില കാര്യങ്ങൾ നമുക്കൊന്ന് എഴുതാം. പ്രൈസ് ദി ലോർഡ്. നോട്ടായിട്ട് നമുക്കൊന്ന് എഴുതാം. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവർത്തികളിൽ കാണുന്ന പ്രത്യേകതകളും കേന്ദ്ര വിഷയവും ഈ പുസ്തകത്തിൻ്റെ കേന്ദ്ര വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു. പഴയ നിയമത്തിലെ തിരുവെഴുത്തുകളിൽ
ഉയർത്തെഴുന്നേൽപ്പെന്ന ചരിത്ര സംഭവം, ഉയർത്തെഴുന്നേൽപ്പെന്ന ചരിത്ര സംഭവം അപ്പോസ്തലിക സാക്ഷ്യവും പരിശുദ്ധാത്മാവിൻ്റെ സത്യബോധവും വരുന്ന ശക്തിയും യേശു തന്നെയാണ് കർത്താവും ക്രിസ്തുവും എന്ന് സാക്ഷ്യം വഹിക്കുന്നു. അവരിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്നും സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. 10-ാമത്തെ അധ്യായം 43-ാമത്തെ വാക്യം. മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. 4:12. ഒന്ന്, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൻ്റെ പ്രത്യേകതകൾ. ഹെഡിങ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൻ്റെ ഹെഡിങ് ആണ് പ്രത്യേകതകൾ. സഭയുടെ ശക്തിയുടെ യഥാർത്ഥ ഉറവിടത്തെക്കുറിച്ചും സംഭവത്തെക്കുറിച്ചും പ്രവർത്തികൾ വെളിപ്പെടുത്തുന്നു. എല്ലാ തലമുറകളിലും സഭ പ്രസ്താവിക്കപ്പെടുന്നു. രണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ നേതൃത്വത്തിൽ മൂന്നാമത്തെ ആളത്വമായ പരിശുദ്ധാത്മാവിനെ കുറിച്ച് 50 പ്രാവശ്യം വ്യക്തമായി പ്രസ്താവിക്കപ്പെട്ടിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ആളത്വം, പരിശുദ്ധാത്മാവിൻ്റെ ആളത്വം എന്ന് പറയുമ്പോൾ മൂന്നാമത്തത് എന്ന് പറഞ്ഞാൽ എന്താണ്? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. സ്നാനപ്പെടുത്തു പറയുന്നില്ലേ? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ നിന്നെ ഈ വെള്ളമാകുന്ന കല്ലറയിൽ മുക്കി സ്നാനപ്പെടുത്തുന്നു. അല്ലേ? നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അപ്പോൾ ആളത്വത്തിൽ മൂന്നാമത്തേതാണ് പരിശുദ്ധാത്മാവ്. 1 പിതാവ്, 2 പുത്രൻ, 3 പരിശുദ്ധാത്മാവ്. ഇത് ഈ പുസ്തകത്തിനകത്ത്, ഈ അപ്പോസ്തല പ്രവൃത്തി പുസ്തകത്തിൽ 50 പ്രാവശ്യം ഇതെന്ത് ചെയ്യുന്നു? വ്യക്തമാക്കി. പ്രസ്താവിച്ചിട്ടുണ്ട്.
പരിശുദ്ധാത്മാവും സ്നാനവും ശുശ്രൂഷയും ശക്തി നൽകുന്നു. 1:8. ധൈര്യവും 4:31. ദൈവത്തെക്കുറിച്ചുള്ള വിശുദ്ധ ഭയവും 5:3, 5:11. ജ്ഞാനവും 6:3, 3:11. മാർഗനിർദ്ദേശവും 16:6 മുതൽ 10 വരെ. ആത്മാവിൻ്റെ കൃപാവരങ്ങളും 19:6 നൽകുന്നു. ആത്മാവിൻ്റെ കൃപാവരങ്ങളും നൽകുന്നു. ഇതെല്ലാം നൽകുന്ന ആരെന്നറിയാമോ? പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവുള്ളവനെ ആർക്കും തകർക്കാൻ കഴിയില്ല, ഒരു വ്യക്തിക്കും. പരിശുദ്ധാത്മാവുള്ളവനെ, ഇവിടെ ഇരിക്കുന്നവർ പരിശുദ്ധാത്മാവ് പ്രാപിച്ചില്ലെങ്കിൽ നിങ്ങൾ പരിശുദ്ധാത്മാവ് പ്രാപിക്കണം. ഒരു ദിവസം പ്രാപിച്ചാൽ പോരാ, എല്ലാ ദിവസവും പ്രാപിക്കണം. ആമേൻ. ഒരു ദിവസം പ്രാപിക്കേണ്ടതല്ല പരിശുദ്ധാത്മാവ്, എല്ലാ ദിവസവും. അതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞാൻ എല്ലാ ദിവസവും എന്ത് ചെയ്യുന്നു? രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. എല്ലാ ദിവസവും നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. പരിശുദ്ധാത്മാവെന്ന ദാനം, അതായത് ഇന്നലെ നമ്മൾ പഠിച്ചത്, എൻ്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവൻ അല്ല. ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിനോട് സംസാരിക്കുന്നത് ആരാ? പുറത്തേക്കുന്ന ആളാണോ? അല്ല. കുഞ്ഞമ്മയോട് പറയും പുളി വേണം, കുഞ്ഞമ്മയോട് പറയും എന്ത് വേണം? മാങ്ങ വേണം. കുഞ്ഞ് പറയും ആമേൻ നല്ല ബോണ്ട വേണം. അപ്പോൾ അമ്മ അത് കഴിക്കും. കുഞ്ഞ് പറയും എനിക്ക് ആമേൻ സ്തോത്രം നല്ല ബദാം പഴം വേണം. ഇതെല്ലാം പറയുമ്പോഴെല്ലാം അമ്മ കഴിച്ചോണ്ടേ ഇരിക്കുക. സ്തോത്രം. അപ്പൊ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ അകത്തുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചു കൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിന് വില കൊടുക്കണം കേട്ടോ. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് വില കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. 3, ആദിമസഭയുടെ സന്ദേശങ്ങൾ. ആദിമസഭയുടെ സന്ദേശങ്ങൾ പത്രോസിൻ്റെയും സ്തേഫാനോസിൻ്റെയും ആദിമസഭയുടെ സന്ദേശങ്ങൾ പത്രോസിൻ്റെയും സ്തേഫാനോസിൻ്റെയും പൗലൂസിൻ്റെയും യാക്കോബിൻ്റെയും മറ്റ് ചിലരുടെയും പരിശുദ്ധാത്മാവുമായി പ്രസംഗങ്ങൾ ലൂക്കോസ് വ്യക്തമാക്കുന്നു. 4, പ്രാർത്ഥന. മടുത്തുപോകാതെ പ്രാർത്ഥിച്ചിരിക്കുന്നു. ചിലപ്പോൾ രാത്രി മുഴുവനും നീണ്ടു നിന്ന പ്രാർത്ഥനയിൽ വലിയ ഫലങ്ങൾ ഉളവായിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ രാത്രിയിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ? രാത്രിയിൽ എത്ര മണിക്കാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ എണീക്കേണ്ടത്? നമ്മൾ എത്ര മണിക്കാണ് രാത്രി പ്രാർത്ഥിക്കേണ്ടത്? രാത്രി മുഴുവനും നീണ്ടു നിന്ന പ്രാർത്ഥനയിൽ വലിയ ഫലങ്ങൾ ഉളവായിട്ടുണ്ട്. രാത്രിയിൽ എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത്? 1-ാം യാമം, 2-ാം യാമം, 3-ാം യാമം, 4-ാം യാമം. യാമങ്ങൾ തിരിച്ചു പ്രാർത്ഥിക്കണം. 4-ാമത്തെ യാമം.
ഒന്നാമത്തെ യാമത്തിൽ ഓളങ്ങളും തിരമാലകളും പ്രതികൂലങ്ങളുമായിരിക്കാം നിന്റെ വിദ്യാഭ്യാസത്തില്, നിന്റെ ഉയർച്ചയില്, നിന്റെ ഭാവിയില്, നിന്റെ ദാമ്പത്യ ജീവിതത്തില്, നിന്റെ യാത്രകളില്, ആമേ, നിന്റെ ഉപജീവനത്തില്, നിന്റെ ആത്മീയ മണ്ഡലത്തില്. രണ്ടാമത്തതില് ആമേ സ്തോത്രം അതിനേക്ക് അടിച്ചു മുക്കുന്ന പ്രശ്നങ്ങളായിരിക്കാം. മൂന്നാമത്തതില് തീർന്നു എന്ന് പറയും. നാലാമത്തൊരുത്തം പറയുക, ഇല്ല, ആ അലഞ്ഞു തുള്ളുന്ന തിരമാലയുടെ പുറത്തൂടെ കർത്താവ് നടന്നു വരികയാ. പ്രൈസ് ദി ലോർഡ്. നാലാമത്തെ യാമത്തെ പ്രാർത്ഥനയിൽ വിടുതൽ ഉറപ്പ. സ്തോത്രം, ഹല്ലേലൂയ. യാമങ്ങൾ തിരിഞ്ഞ് പ്രാർത്ഥിക്കൂ, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കൂ, ആത്മാവിൽ നിറഞ്ഞ് സ്തോത്രം പറയൂ. സഭ പ്രാർത്ഥിച്ചു രാത്രി മുഴുവൻ. ഏത് സഭയെന്നറിയാമോ? ആർക്ക് വേണ്ടി രാത്രി പ്രാർത്ഥിച്ചത്? പറയൂ പ്ലീസ്. ആർക്ക് വേണ്ടി? ഏത് സഭയാ രാത്രി പ്രാർത്ഥിച്ചേ? ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു? യെസ്, അതേ കറക്റ്റ് തങ്കമേന്റി. പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചു. സഭ പ്രാർത്ഥിച്ചു. ഒന്നാമത്തെ വാതിൽ ആർക്കും തുറക്കാൻ കഴിയില്ല. രണ്ടാമത്തെ വാതിൽ പ്രതീക്ഷിക്കേണ്ട. മൂന്നാമത്തെ വാതിൽ ഒട്ടും പ്രതീക്ഷിക്കേണ്ട. അത് ഏറ്റവും ഉറപ്പുള്ള വാതിലാണ്. അത് ആമേ സ്തോത്രം അതിർത്തിയിലുള്ള വാതിലാണ്. ഇരുമ്പ് വാതിൽ. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി പുറത്തു കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ, സ്തോത്രം. 5 അടയാളങ്ങൾ. 5 അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, അതിശയങ്ങൾ പരിശുദ്ധാത്മാ ശക്തിയാൽ. 1 അടയാളങ്ങൾ, 2 അത്ഭുതങ്ങൾ, 3 അതിശയങ്ങൾ, 4 പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ. അടുത്തു വരുന്നതാണ് സുവിശേഷം. ആമേൻ. സുവിശേഷം പ്രസംഗിച്ചതിന് മുഖാന്തരം ഈ കാര്യങ്ങൾ സംഭവിച്ചു. ഏത് കാര്യങ്ങൾ സംഭവിച്ചു? ഉപദ്രവം. 6. ആറാമത്തെ നമ്പർ ഇട്ട് എഴുതിക്കോ. 6ാമത്തെ നമ്പർ ഉപദ്രവം. ശക്തിയോടെ സുവിശേഷം പ്രസ്താവിച്ചതിനാൽ. ആർക്കാ ഉപദ്രവം സംഭവിച്ചതെന്നറിയാമോ? ലുദിയയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായപ്പോൾ അവിടെ ഒരു പള്ളി വെച്ചു. ആരാ പള്ളി വെച്ചത്? പൗലൂസ്. ലുദിയെ, അവളുടെ പിശാചിനെ പൗലൂസ് ശാസിച്ചപ്പോൾ പൗലൂസിനെ സീലാസിനെ ആമത്തിലിട്ടു. പൗലൂസിന്റെ ചെവി അടച്ചു കളഞ്ഞു. പൗലൂസിന്റെ കൈയെ കെട്ടിക്കളഞ്ഞു. കാലിനെ കെട്ടി ഒരു തൂണോട് ബന്ധിച്ചു. പുഴക്കടവ് മുതൽ പൗലൂസിനെ സീലാസിനെയും വലിച്ചഴിച്ചു കൊണ്ടുപോയി തടവിലാക്കി. ഏതാ? പരിശുദ്ധാത്മാവുള്ളവന് ഉപദ്രവം ഉണ്ടാകും. ഭാരപ്പെടല്ലേ. പരിശുദ്ധാത്മാവുള്ളവന് പീഡകൾ ഉണ്ടാകും. ഭാരപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. 7 യഹൂദന്മാർ. ജാതി യഹൂദർ എന്ന യഹൂദന്മാർ, ജാതി യഹൂദർ എന്ന വിഭജനം പ്രവൃത്തികളുടെ പുസ്തകത്തിൽ സുവിശേഷം ആദ്യം യഹൂദരിലും
പിന്നീട് ജാതികളുടെ അടുക്കൽ എത്തുകയും ചെയ്തു. 8 സ്ത്രീകൾ. യെസ് 7 യഹൂദന്മാർ, ജാതി, യഹൂദർ എന്ന വിഭജനം പ്രവർത്തികളുടെ പുസ്തകത്തിൽ സുവിശേഷം ആദ്യം യഹൂദിൻ്റെയും പിന്നീട് ജാതികളുടെയും അടുക്കൽ എത്തിയിരുന്നു എന്ന് കാണുന്നു. 8 സ്ത്രീകൾ സഭയുടെ പ്രധാന പുരോഗതിയിൽ സ്ത്രീകൾക്കുള്ള പങ്കാളിത്തത്തെക്കുറിച്ച് പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. 9 വിജയം സുവിശേഷത്തിൻ്റെ മുന്നേറ്റത്തെ തടസ്സപ്പെടുത്തുന്നില്ല. നാലാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ 4-ാമത്തെ അധ്യായത്തിൻ്റെ പരമപ്രധാനമായ ഒരു കാര്യമുണ്ട്. അതിൻ്റെ 11-ാമത്തെ വാക്യം, വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് ആ 4-ന്റെ 5-ാമത്തെ വാക്യവും അതിൻ്റെ 10-ാമത്തെ വാക്യവും 11-ാമത്തെ വാക്യവും 12-ാമത്തെ വാക്യവും ഒരാളിന് വായിക്കാമോ? പിറ്റെന്നാൾ അവരുടെ പ്രമാണികളും മൂപ്പന്മാരും ശാസ്ത്രിമാരും യെരൂശലേമിൽ ഒന്നിച്ചുകൂടി. മഹാപുരോഹിതനായ കന്നഫാവും കയ്യഫാവും യോഹന്നാനും അലക്സാന്ദ്രിയ മഹാപുരോഹിത വംശത്തിലുള്ളവർ ഒക്കെയും ഉണ്ടായിരുന്നു. 11-ാമത്തെ വാക്യം, വീട് പണിയുന്നവരായി നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിന്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ. ശ്രദ്ധിക്കൂ, അതിൻ്റെ 4-ന്റെ 4 നമ്മൾ വായിക്കുമ്പോൾ അവിടെ എന്നാൽ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ച പുരുഷന്മാരിൽ എണ്ണം തന്നെ 5000-ഓളമായിരുന്നു. അപ്പോൾ എത്ര പേര് സ്നാനപ്പെട്ടു? അവിടെ 5000-ഓളം പേര് അവിടെ സ്നാനപ്പെട്ടു എന്ന് നമ്മളവിടെ കാണുന്നു. പ്രൈസ് ദി ലോർഡ്. പത്രോസ് ഒറ്റ പ്രസംഗത്തിൽ എത്ര പേര് സ്നാനപ്പെട്ടെന്ന് അറിയാമോ? 3000 പേരെ ഒറ്റ പ്രസംഗത്തിൽ പത്രോസ് സ്നാനപ്പെടുത്തിയത്. 3000-ഓളം പേരെ ഒറ്റ പ്രസംഗത്തിൽ അവർ സ്നാനപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. 2-ാമത്തെ അധ്യായത്തിൻ്റെ 41-ാമത്തെ വാക്യത്തിലാണ് നമ്മളവിടെ വായിക്കുന്നത്. 2-ന്റെ 41-ൽ ഒറ്റ പ്രസംഗത്തിൽ ആമേൻ അവൻ്റെ വാക്ക് കേട്ടവർ, ആമേൻ അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവനോട് കൂടെ ചേർന്നു. അപ്പോൾ അവിടെ സ്നാനം കഴിപ്പിച്ചത് ആരെ നാമത്തിൽ എന്നറിയാമോ? പത്രോസിൻ്റെ വാക്ക് കേട്ടവരാണ് അവിടെ സ്നാനപ്പെട്ടത്. സ്തോത്രം. അന്ന് എത്ര പേരുണ്ടായിരുന്നു? 3000-ഓളം പേരുണ്ടായിരുന്നു. 3000-ഓളം പേർ. എന്നാൽ നോക്കൂ, അടുത്തൊരു സ്നാനം നടക്കുന്നു ഇവിടെ. ആമേൻ. ഈ സ്നാനം നമുക്കറിയാം, ആ സ്നാനത്തിനകത്തൊരു പ്രത്യേകതയുണ്ട്. ആമേൻ. 5000-ഓളം പേര് അവിടെ സ്നാനമേറ്റു. ആമേൻ. 4-ാമത്തെ അധ്യായത്തിൽ ക്രിസ്തുവിൽ വിശ്വസിച്ചവരുടെ എണ്ണം, ക്രിസ്തയേശുവിൽ വിശ്വസിച്ചവരുടെ എണ്ണം 5000 പേര്. അപ്പോൾ നമ്മുടെ സഭയിൽ ഈ ഇടയ്ക്ക് എപ്പോഴെങ്കിലും സ്നാനം നടന്നിട്ടുണ്ടോ? എവിടെ? സ്നാനം നടത്തിയിട്ട് വർഷങ്ങളായി പ്രാർത്ഥന. സ്തോത്രം. സ്നാനം വർഷം തോറും നടക്കണം. ആമേൻ. വർഷം തോറും സഭകളിൽ സ്നാനം നടക്കണം. അപ്പോഴാണ് സഭയ്ക്ക് വളർച്ച ഉണ്ടാകുന്നത്. ആമേൻ. ഇന്ന് സ്നാനക്കുളങ്ങളെല്ലാം
പായലും പിടിച്ച് കാടും പിടിച്ച് ഞാൻ ഒരിക്കൽ ഒരിടത്ത് മീറ്റിന് പോയപ്പോൾ ഒരു സ്നാനക്കുളത്തിനകത്ത് തെങ്ങ് നിൽക്കുക. തെങ്ങ് ഒരു സൈഡിൽ തെങ്ങും ഒരു സൈഡിൽ നല്ല മൂവാണ്ട മാവും. ഞാൻ ചോദിച്ചു, ഇതെന്താ തൊഴുത്തായിരുന്നോ? ഇല്ല പാസ്റ്റർ, സ്നാനക്കുളമായിരുന്നു. സ്നാനക്കുളമായിരുന്നു. ഈ സ്നാനക്കുളത്തിനകത്ത് ആമേൻ ഇപ്പോൾ മാവും നല്ല തെങ്ങ് നിൽക്കുക. എങ്ങനെയുണ്ട്? സ്തോത്രം. അത്രമേലായി കഴിഞ്ഞു. ഇന്ന് രാത്രി ശ്രദ്ധിക്കണം, ഇറങ്ങി ദേശത്ത് പ്രവർത്തിക്കണം. ജനം സ്നാനത്തിലേക്ക് കടന്നു വരട്ടെ. ആയിരങ്ങളും 5000 ഇപ്പം 3000 പേരൊക്കെ സ്നാനപ്പെടുത്തുക എന്നുള്ള അസാധ്യമായ കാര്യമാണ്. ഇന്ന് ഒരാളെ സ്നാനപ്പെടുത്തുന്നതിന് 1 മണിക്കൂർ വേണം. അപ്പോൾ 5000 പേരെ സ്നാനപ്പെടുത്താൻ എത്ര മാസം എടുത്തണം അല്ലേ? ഒരാളെ സ്നാനപ്പെടുത്താൻ 1 മണിക്കൂർ വേണം കുറഞ്ഞത്. അപ്പോൾ ഒരു 3000 പേരെ സ്നാനപ്പെടുത്താനോ എത്ര മണിക്കൂർ നോക്കിയാൽ? 1 മണിക്കൂർ വെച്ച് 3000 മണിക്കൂർ. അപ്പോൾ എത്ര ദിവസമായി? എത്ര മാസമായി? ആമേൻ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ 5000 പേരെയോ? മനസ്സിലാകുന്നുണ്ടോ? ഞാനൊക്കെ സ്നാനപ്പെടുത്തുമ്പോൾ, അപ്പം ഞാൻ ഈ സെവിനൊക്കെ സ്നാനപ്പെടുത്തിയപ്പോൾ 1 മണിക്കൂർ വേണ്ടി വന്നു. ആമേൻ. ചിലരൊക്കെ സ്നാനപ്പെടുത്തി 2 മണിക്കൂർ വേണം. 1/2 മണിക്കൂർ വെള്ളത്തിന് അടി താത്തു ചെയ്യും. ചിലരൊക്കെ സ്നാനപ്പെടുത്തുമ്പോൾ 1/2 മണിക്കൂർ വെള്ളത്തിനടിയിൽ ഇങ്ങനെ താത്തു വെച്ചിരിക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ മടങ്ങി വരാം. ആമേൻ. 4-ാമത്തെ അധ്യായമാണല്ലോ. അതിൻ്റെ 6-ാമത്തെ വാക്യം നമ്മൾ വായിച്ചു. അതിൻ്റെ 11-ാമത്തെ വാക്യം ഒന്ന് വരുമ്പോൾ അവിടെ വീട് പണിയുന്നവർ. അടുത്ത് പ്രൈസ് ദി ലോർഡ് 12-ാമത്തെ വാക്യം. മറ്റൊരുത്തരിലും എന്തില്ല? രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ. നേരത്തെ നമ്മൾ വായിച്ചു. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 17-ാമത്തെ വാക്യം, 4:17. ഓരോ അധ്യായവും തീർത്തു പോകുന്നത് ഈ പുസ്തകത്തിൽ അങ്ങനെ ഓടിപ്പോകാൻ പറ്റില്ല. 4:17 വായിക്കുന്നു. ആമേൻ. ജനത്തിനധികം പറക്കാതിരിപ്പാൻ അവർ യാതൊരു മനുഷ്യനോടും ഈ നാമത്തിൽ ഇനി സംസാരിക്കരുതെന്ന് നാം അവരെ തർജ്ജനം ചെയ്യണം എന്ന് പറഞ്ഞു. മതി. ഏത് നാമത്തിൽ എന്നറിയാമോ? യേശുവിന്റെ നാമത്തിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നമുക്ക് പറയാം. പ്രൈസ് ദി ലോർഡ്. 18-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നു. 19-ാമത്തെ വാക്യം എന്താ? 19-ാമത്തെ വാക്യം പറയുന്നത്, 19-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെ പറയും, അതിന് പത്രോസും യോഹന്നാനും ആമേൻ ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിന്റെ മുൻപാകെ ന്യായമോ എന്ന് വിളിക്കും. വായിക്ക് കർത്താസിയെ. അതിന് പത്രോസ് ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിന്റെ മുൻപാകെ ന്യായമോ എന്ന് വിധിപ്പി. ന്യായമോ എന്ന് വിധിപ്പി. അപ്പൊ ശ്രദ്ധിക്കണം, അവിടെ പല ആശയക്കുഴപ്പങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തെക്കാളും അധികം ആരാ? ദൈവത്തെക്കാളും അധികം. അത് 22-ാമത്തെ വാക്യം പറയുന്നത്, പത്രോസ് സൗഖ്യമാക്കിയ മുടന്തന്റെ പ്രായം എന്ത്? എത്ര വയസ്സുണ്ടെന്ന് അറിയാമോ മുടന്തന്? 40-ലധികം വയസ്സുള്ളവനായിരുന്നു. 40-ലധികം വയസ്സുള്ള മുടന്തനെ നല്ല ഇരുന്നിരുന്ന് മുറ്റി നല്ല മൂത്ത് ഇനി ആർക്കും ഇവനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അസ്ഥികളെല്ലാം ബലപ്പെട്ടു, നല്ല അസ്ഥിയൊക്കെ നല്ല മുറ്റി. ഇനി ഇവൻ ഒരിക്കലും നൂരത്തില്ല, ഇനി ഒരിക്കലും ഇവൻ ഉയർന്നു വരത്തില്ല എന്ന് പറഞ്ഞിരുന്നവരുടെ നടുവിൽ ആമേൻ സ്വതന്ത്രം പത്രോസ് കൈ നീട്ടി അവനെ പുറത്തെടുത്തു. 4:22. ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കൂ, മനുഷ്യന്റെ വിധികളെ മാറ്റി എഴുതുന്ന ഒരു സ്വർഗം ഇന്ന് പകലിൽ ഈ ക്ലാസ്സിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവന് 40 വയസ്സിലധികം, 40 വയസ്സ് വരെ അവനോട് പോരാടി. കണ്ടോ? ആമേൻ. 31-ാമത്തെ വാക്യം അവിടെ പറയുന്നു, ശിഷ്യന്മാർ കൂടിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ എന്ത് ആമേൻ സംഭവിച്ചു? എന്ത് സംഭവിച്ചു? ആ സ്ഥലം കുലുങ്ങി. ഞാൻ ചോദിക്കട്ടെ, അമ്പിയ സിസ്റ്ററെ,
നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് വല്ല കുലുക്കം വല്ലോ സംഭവിച്ചോ? ഇല്ല. ഷെൽഫിൽ നിന്ന് പാത്രങ്ങളെല്ലാം താഴെ വീണോ? ഇല്ല. നിങ്ങൾ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നിടത്ത് എന്തെങ്കിലും സംഭവിച്ചോ? സംഭവിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കണം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ആ മൈക്ക് നോക്കിയാമോ? സംഭവിക്കണം. സംഭവിച്ചില്ലെങ്കിൽ പ്രാർത്ഥന അവിടെ വന്നിട്ടില്ല. ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദിവസം പ്രാർത്ഥിച്ചപ്പോ ഒരു ഭയങ്കര ഒരു ബഹളം തറസിന്റെ മുകളിൽ. സ്തോത്രം. ഞാനിങ്ങനെ ചിന്തിക്കുക, ദൈവം എന്താ ബഹളം? അതെ, എനിക്ക് തോന്നുന്നു ആമേൻ ഭയങ്കര ചങ്ങലയും വലിയ വാർപ്പെല്ലാം കൂടെ കെട്ടി വലിച്ചഴിച്ചുകൊണ്ട് പോകുന്നൊരു ശബ്ദം. അപ്പോൾ എനിക്ക് മനസ്സിലായി, എവിടെ നിന്നോ ഒരു സാധനം ഇളകി പോകുകയാണ്. സ്തോത്രം. പ്രാർത്ഥിച്ചു കേട്ടോ. നിന്റെ കുടുംബത്തിൻ്റെ മേൽക്കൂരയിൽ അധിവസിക്കുന്ന പലതും, നമ്മൾ പറയാറുണ്ട് മരപ്പെട്ടിയോ നച്ചലിയോ ചുണ്ടലിയോ ആയിരിക്കും. ഇല്ല 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 ഇല്ല, താവളം അടിച്ച് മേൽക്കൂര ഇരിക്കുക. എന്നാൽ മേൽക്കൂര പൊളിച്ചിറക്കാൻ ഒരുത്തൻ നിന്റെ കുടുംബത്തിനകത്തിറങ്ങി വരണം. മേൽക്കൂര പൊളിച്ച് സൗഖ്യമാക്കുന്ന ഒരുത്തൻ ഇന്ന് പകലിൽ ഈ രാത്രി നിന്റെ കുടുംബത്തിനകത്ത് ഇറങ്ങി പ്രസന്റ് ആയാൽ ഭാഗ്യം. ഹല്ലേലൂയ. സ്തോത്രം. എനിക്കിന്ന് വൈകിട്ട് 5 മണി മുതൽ 7 മണി ഒരു സൂം ഉണ്ടായിരുന്നു. ആ സൂമിനകത്ത് ദൈവാത്മാവ് അങ്ങ് ഇറങ്ങി ഓരോ കുടുംബത്തിനകത്ത് നടന്നു ചെന്നു. 1000 പേരെ സൂമ, ഏകദേശം 850 പേരോളം അതിനകത്ത് ജോയിൻ ചെയ്തെന്നാണ്. ജർമ്മനിയിലെ ഒരു സൂമ, ഏകദേശം 13-ൽ അധികം രാജ്യങ്ങൾ കോർത്തിണക്കുന്ന വലിയൊരു സൂമ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയട്ടെ, ഇന്ന് പകലിൽ ഒരു വലിയ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യാൻ പോകുകയാണ്. വിശ്വസിക്കുന്നെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നാമം പറഞ്ഞോ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്ഥലം കുലുങ്ങണം. അടുത്ത് ഈ പുസ്തകത്തിന്റെ പ്രത്യേകത 4-ാമത്തെ 31-ാമത്തെ വാക്യത്തിൽ അടുത്ത പ്രത്യേകത നോക്കിയേ. ശിഷ്യന്മാർ ആത്മാവ് നിറഞ്ഞ് ആമേൻ ആമേൻ എന്ത് ചെയ്തു? വചനം പ്രസംഗിച്ചു. 4:31. ആത്മാവിൽ നിറയുമ്പോൾ എന്ത് വരണം? വചനം പുറത്തു വരണം. ആമേൻ. ആത്മാവിൽ നിറയുമ്പോൾ എന്ത് വരണം? വചനം പുറത്തു വരണം. പ്രൈസ് ദി ലോർഡ്. നോക്കിയേ, 4:36 പറയുന്നത് എന്താ? പ്രൈസ് ദി ലോർഡ്. ബർന്നബാസ് എന്ന പേരിന്റെ അർത്ഥം എന്താണ്? പറ. ബർന്നബാസ് എന്ന പേരിന്റെ അർത്ഥം എന്ന് പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. വിനീത് സിസ്റ്റർ കയറിയോ? എപ്പോ കയറി? കണ്ടില്ലല്ലോ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ നോക്കിയപ്പോഴാണ് കണ്ടത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. പറഞ്ഞേ, ബർന്നബാസ് എന്ന പേരിന്റെ അർത്ഥം എന്ന് പറഞ്ഞേ. പ്രബോധനപുത്രൻ. 4:36 വചനമുണ്ട്. 4:30. ഇതൊക്കെ പരീക്ഷയ്ക്ക് ഒരു പരീക്ഷയ്ക്ക്. ആമേൻ. എന്താണ് അതിന്റെ പേര്? പ്രബോധനപുത്രൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നോക്കിക്കേ, 4:36 നമ്മൾ ഒന്നുകൂടെ വായിക്കുമ്പോൾ അവിടെ ഒരു കാര്യം കൂടെ കാണുന്നു. ബർന്നബാസ് എന്ന് വായിച്ചേ. 4:36 ആ വാക്യം ഒന്ന് വായിച്ചേ. പ്രബോധനപുത്രൻ എന്ന അർത്ഥമുള്ള ബർന്നബാസ് എന്ന അപ്പോസ്തലൻ മറുപേർ വിളിച്ച കുപ്രനീതികാരനായ യോസഫ് എന്നൊരു ലേവ്യൻ തനിക്കുണ്ടായിരുന്ന നിലം വിറ്റ് പണം കൊണ്ടുവന്ന അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അവിടെ എന്ത് ചെയ്തെന്നറിയാമോ? നിലം വിറ്റ് അവൻ എന്ത് ചെയ്തു? അതെല്ലാം കൊണ്ടുവന്ന് അവരെ കാൽ കീഴ് വെച്ചു. വിശ്വസ്തന്മാർ. ഹല്ലേലൂയ. നമ്മൾ ആരെങ്കിലും വിറ്റതെല്ലാം കൊണ്ടുവന്ന് പള്ളി കൊടുക്കൂ? എവിടെ? അല്ലേ? അന്ന് ശക്തമേറി തീയിൽ നിന്ന ഒരു ശുശ്രൂഷ ഉണ്ടായിരുന്നു. 1-ാം നൂറ്റാണ്ടിൽ അത് ഉണ്ടായിരുന്നു കേട്ടോ. ഈ 21-ാം നൂറ്റാണ്ടിൽ മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ. ഇന്നും ഏതെങ്കിലും കോണിൽ പ്രാർത്ഥിക്കുന്നവരുണ്ടാകും അതേ തീഷ്ണതയിൽ. ആമേൻ. 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നു. ആമേൻ. സ്തോത്രം. അന്ന് വിശുദ്ധന്മാർ അങ്ങനെ ആയിരുന്നു. എന്നാൽ ഇന്ന് സഭയ്ക്കകത്തൊരു ബാൻഡ് വാങ്ങിച്ചു കൊടുത്താൽ അത് ഞാൻ വാങ്ങിച്ചു കൊടുത്ത ബാൻഡാ. അല്ലേ? എൻ്റെ അപ്പൻ്റെ ഭൂമിയിലാ സഭ ഇരിക്കുന്നത്. അല്ലേ? എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്, ആ കസേര ഇരിക്കരുത്, അത് എൻ്റെ കസേരയാ. ഞാൻ ചോദിച്ചത്, നിങ്ങൾ കസേര? ഇത്രയും കസേര ഇടക്കല്ലേ? നോക്കിയേ, കസേര അടിയിൽ പേരെഴുതി വെച്ചിരിക്കുക. അതെൻ്റെ കസേരയാ. അതിൽ ഇരിക്കുന്നവനെ എടുത്തു മാറ്റും. 11 മണിക്ക് വന്നാലും 12 മണിക്ക് വന്നാലും അതിൽ ആരിരുന്നാലും ഇദ്ദേഹം വരുമ്പോൾ എഴുച്ചു മാറിക്കൊടുക്കണം. സ്തോത്രം. ഇന്ന് രാവിലത്തെ മെസ്സേജ് കേട്ടെന്ന് തോന്നുന്നു എല്ലാവരും. പ്രൈസ് ദി ലോർഡ്.
ആത്മാവുള്ളവൻ, പരിശുദ്ധാത്മാവുള്ളവൻ സഭയ്ക്ക് പുറത്തും, പരിശുദ്ധാത്മാവില്ലാത്തവൻ സഭയ്ക്കകത്തും. ഹല്ലേലൂയ. ദിവ്യാഗ്രഹ സഭയ്ക്കകത്ത് എപ്പ കയറിയോ കർത്താവ് അവിടെ നിന്നേ ഇറങ്ങിപ്പോയി. പ്രൈസ് ദി ലോർഡ്. ദിവ്യാഗ്രഹ സഭയ്ക്കകത്ത് കയറി അഭിഷക്തന്മാർ പുറത്തിറങ്ങി. അഭിഷക്തന്മാർ പുറത്ത്, അഭിഷേകം സഭയ്ക്കകത്ത് നഷ്ടപ്പെട്ടപ്പോൾ അതിനകത്ത് ദുരാത്മാവ് കയറി, പാപത്തിന്റെ ശക്തികളകത്ത് കയറി അഭിഷക്തന്മാരെ വലിച്ചു പുറത്തിറക്കി. ആമേൻ, സ്തോത്രം. വായിക്കുന്നു 4-ാമത്തെ അധ്യായത്തിന്റെ 36, 37 വാക്യത്തിലേക്ക് വരുമ്പോഴും 5-ാമത്തെ അധ്യായത്തിലേക്ക് വരാം. 5:3 നമ്മൾ പഠിക്കുമ്പോൾ എന്താ അവിടെ വായിച്ച? 5:3 വളരെ അനുഗ്രഹിക്കപ്പെട്ട വാക്ക്. അപ്പോൾ പത്രോസ്, അനന്യാസേ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? പ്രൈസ് ദി ലോർഡ്. 5:3 വളരെ അനുഗ്രഹിക്കപ്പെട്ട വാക്ക് കേട്ടോ, എഴുതി വെച്ചോളണേ. സ്തോത്രം. പുറമേ ഉള്ളവരെന്തോ പറയട്ടെ, ദൈവവും നാമും തമ്മിലൊരു ബന്ധം. പ്രൈസ് ദി ലോർഡ്. നമ്മെക്കുറിച്ച് എന്തും പറയും. സ്തോത്രം. ഞാൻ ഇന്ന് ഇങ്ങനെ വൈകിട്ട് പറയാനിടയുണ്ടായി, ചിലരൊക്കെ പരിശുദ്ധാത്മാവ് പ്രാപിച്ചവരെ അള്ളും, ഇങ്ങനെ കൈ ഇങ്ങനെ വിരൽ വെച്ചിട്ടേ അള്ളാറുണ്ട്, അള്ളിക്കീറാറുണ്ട്. ഇത് ഏതാത്മാവാ തങ്കമേന്റി? ഇങ്ങനെ കൈ വെച്ച് അള്ളുന്ന ഏതാത്മാവാ? അവ ഇങ്ങനെ വെച്ചിട്ട്. സ്തോത്രം. നമ്മൾ പറയണ്ട പൂച്ചയുടെ ആത്മാവ് എന്ന് പറയുന്നില്ലേ, പൂച്ചയുടെ ആത്മാവ്. ആമേൻ. പരിശുദ്ധാത്മാവുള്ളവൻ അള്ളാറുണ്ട്, കടിക്കുമോ? സ്തോത്രം. ചില രക്തം കണ്ടെങ്കിൽ മാത്രം നിർത്തത്തുള്ളൂ, രക്തം കണ്ടാലേ നിർത്തത്തുള്ളൂ. അത് ഏതാത്മാവാ? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. 5:3 5:11 വായിക്കാം. 5:11 പറയുന്നത് ഇങ്ങനെയാണ്: അനന്യാസും സഫീറയും മരണം സർവസഭയ്ക്കും എന്തുണ്ടായി? മഹാഭയമുണ്ടായി. ഇവർ രണ്ടുപേരും എടുത്തു വച്ച സംഭവത്തിൽ സഭകൾക്കെല്ലാം ഒരു ഭയം. ചെറുതല്ല ഭയം, മഹാഭയമുണ്ടായെന്നാണ് 5:11 പറയുന്നത്. 5:18 എന്താ പറയുന്നത്? 18ഉം 19 പഠിക്കുമ്പോ അവിടെ പിന്നെ മഹാപുരോഹിതൻ പിന്നെ മഹാപുരോഹിതനും സദൂക്യരുടെ മതക്കാരായ അവന്റെ പക്ഷക്കാരൊക്കെയും അസൂയ നിറഞ്ഞെഴുന്നേറ്റ് അപ്പോസ്തലന്മാരെ പിടിച്ച് പൊതു തടവിലാക്കി. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ എണീറ്റു? അസൂയ നിറഞ്ഞവരായി. എല്ലാവരും ഒരു മനപ്പെട്ടങ്ങ് എണീറ്റു കേട്ടോ. എണീക്കും. നിനക്കെതിരെ ഒരു സമൂഹം എണീക്കും, നിനക്കെതിരെ ഒരു സമൂഹം എണീക്കും. പക്ഷെ ഇന്ന് രാത്രിയിൽ അതിനെ പൊളിച്ചെടുക്കുന്ന ഒരു ദൈവശക്തി നീ പ്രാപിച്ചെടുക്കണം. എത്ര സമൂഹം എണീറ്റാലും അഭിഷേകമുള്ളവനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ. ആമേൻ. 5-ാം അധ്യായത്തിന് 34-ാമത്തെ വാക്യവും 36-ാമത്തെ വാക്യവും വായിക്കും. 34-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സർവജനത്തിനും ആമേൻ ബഹുമാനമുള്ള ധർമ്മോപദേഷ്ടാവായ ഗമാലിയേൽ എന്നൊരു പരീശൻ ന്യായാധിപ സംഘത്തിൽ എഴുന്നേറ്റ് അവരെ കുറെ നേരം പുറത്താക്കുവാൻ കൽപ്പിച്ചു. കുറെ നേരം എന്ത് ചെയ്യണം? അസൂയാളുക്കളെല്ലാം പുറത്താക്കണം. സ്തോത്രം. ഇതെല്ലാം കുറിവാക്യങ്ങളാണ്. ഒരു അധ്യായത്തിനകത്തുള്ള കമ്പി വാചകത്തിൽ ഉള്ള പോയിന്റുകളാണ് പറഞ്ഞു വിടുന്നത്. 40 സ്തോത്രം 4, 36, 42 പ്രൈസ് ദി ലോർഡ്. ആമേൻ. 42 ആമേൻ. ഇത്രയും വാക്കുകൾ 41, 42 നിങ്ങൾ ആമേൻ അടിവരയിട്ട് സൂക്ഷിക്കുക. 6-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്? ആ കാലത്ത് ശിഷ്യന്മാർ ആമേൻ ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ജനപ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു മതി.
സഭകൾ ജനം പെരുകുമ്പോൾ പിറുപിറുപ്പുണ്ടാകും. പിറുപിറുപ്പ് ഇത് ഇസ്രായേൽ ജനത്തിലുണ്ടായിരുന്നു. പിറുപിറുപ്പ് പഴയ നിയമത്തിനകത്ത് ഒരു പിറുപിറുപ്പുണ്ടായിരുന്നു. നിന്റെ വീട്ടിൽ തീ പോയെന്ന് കണ്ട അവിടെ പിറുപിറുപ്പ. അപ്പുറത്ത് നിന്റെ വീട്ടിൻ്റെ അപ്പുറത്തുള്ള ചിലപ്പോൾ വീട്ടിൽ ഇറച്ചി വയ്ക്കുന്നതായിരിക്കും. നിന്റെ വീട്ടിൽ കൂടെയാണ് ആ മണം പോകുന്നത്. എന്നാൽ അവിടെ പിറുപിറുക്കും. എന്നാലും അവിടെ വീട്ടിൽ നിന്ന് ഇറച്ചിയുണ്ടല്ലോ. കപ്പയും വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അന്ന് കപ്പയും ചമ്മന്തിയേ ഉള്ളൂ. പക്ഷെ അപ്പുറത്തെ വീട്ടിലെ ഇറച്ചി വെച്ചത്. സ്തോത്രം. എന്നാൽ ഈ വീട്ടിൻ്റെ അതിലൂടെയാണ് മണം പോകുന്നത്. സ്തോത്രം. പിറുപിറുപ്പ് എല്ലാത്തിനും ഒരു പിറുപിറുപ്പ്. സ്തോത്രം. ആമേൻ. 6-ാം അധ്യായത്തിൽ എന്താണ് പിറുപിറുപ്പ്? 6:2 മുതൽ 6 വരെ വായിക്കുമ്പോൾ 7 പേര് അവിടെ എഴുന്നേറ്റു. 7 പേര് കേട്ടോ. 6:3 പറയുന്നു, 6:5 പറയുന്നു സ്തേഫാനോസ്, 6:3 പറയുന്നു ആത്മനിറവ്, ജ്ഞാനം, നല്ല സാക്ഷ്യം, 6:5 പറയുന്നു തേഫാനോസ്. ആമേൻ. വിശ്വാസം, പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു പുരുഷൻ. ആരാ? തേഫാനോസ്. എങ്ങനെ നിറഞ്ഞു? അവൻ വിശ്വാസത്തിൽ നിറഞ്ഞു. എങ്ങനെ നിറയണം? വിശ്വാസത്തിൽ തേഫാനോസ് നിറഞ്ഞു നിന്നു. വിശ്വാസത്തിൽ നിറയണം. അവൻ എന്തുണ്ട്? ആത്മാവിൽ നിറഞ്ഞു. നിറവ്, ജ്ഞാനം, നല്ല സാക്ഷ്യം. എന്തുണ്ടായിരുന്നു? ജ്ഞാനം, നല്ല സാക്ഷ്യം. അടുത്ത് 6:5 തേഫാനോസ്. ആമേൻ. സ്വതന്ത്രം. ആമേൻ. പരിശുദ്ധാത്മാവും ആമേൻ നിറഞ്ഞ ഒരു പുരുഷനാണ് തേഫാനോസ്. പ്രൈസ് ദി ലോർഡ്. 6:5 പറയുന്നത് ആമേൻ. സ്വതന്ത്രം. അവിടെ ഒരു മനുഷ്യനെ പറ്റി നമ്മളവിടെ വായിക്കുന്നു. 6:5. 6:9 വായിക്കുമ്പോഴും അവിടെയും കാണുന്നു. ആമേൻ. 6:9, 6:14 പറയുന്നു ആമേൻ. ദൈവദൂതന്റെ മുഖം പോലെ തേഫാനോസിന്റെ മുഖം. ഓ, ആത്മാവിൽ ആരാധിക്കാനുള്ള ഗൈഡൻസ്. പ്രൈസ് ദി ലോർഡ്. നിന്റെ മുഖം ദൈവദൂതന്റെ മുഖം പോലെ. അത്ര ദണ്ഡന അനുഭവിച്ചു തേഫാനോസ്. സ്തോത്രം. അത്ര വേദന അനുഭവിച്ച വ്യക്തിയാണ് തേഫാനോസ്. അവന്റെ മുഖം എങ്ങനെ? 6:14 നിങ്ങൾ നോക്കിക്കേ. അവന്റെ മുഖം എങ്ങനെ നോക്കി? ദൈവത്തിന്റെ മുഖം പോലെ, ദൈവദൂതന്റെ മുഖം പോലെ. ആമേൻ. ദൈവദൂതന്റെ മുഖം പോലെ. ഇങ്ങനെയായിരുന്നു തേഫാനോസിന്റെ മുഖം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ 6-ാം അധ്യായം നമ്മളത് മറന്നു പോരുത്. ആ ദൂത് ഏതാ? 6:14 നമ്മളുടെ ദൂത്. 7-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഏറ്റവും പരമപ്രധാനമായ ചില ദൂതുകൾ 7-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം നമ്മൾ വായിക്കും. പറയുന്നു, അവൻ പറഞ്ഞത് സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ കേൾപ്പിൻ. നമ്മുടെ പിതാവായ അബ്രഹാം കാരാനിൽ വന്ന് പാർക്കും മുമ്പേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ കാരാനിൽ ഇറങ്ങുന്നതിന് മുൻപേ, അവിടെ പാർക്കുന്നതിന് മുൻപേ അബ്രഹാം പലയിടത്തും കൂടാരമടിച്ചു. ഹല്ലേലൂയ. നോക്കിക്കേ. 7:2, 7:3 ഒന്ന് വായിച്ചേ. 7:2, 7:3. അപ്പോൾ അവൻ പറഞ്ഞത്, സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ കേൾപ്പിൻ. നമ്മളുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കുമുണ്ട്. മെസൊപ്പൊത്താമിയയിൽ ഇരിക്കുമ്പോൾ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി, നിന്റെ ദേശത്തെയും നിന്റെ ചാർച്ചക്കാരെ വിട്ട് ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന ദേശത്തിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞു. മതി. അങ്ങനെ അവൻ മതി കർത്താസ്. താങ്ക് യു. നോയിക്കേ. അബ്രഹാമിന്റെ സന്തതി മിസ്രൈമിൽ എത്ര വർഷം അടിമയായി പാർത്തു എന്ന് കേട്ട? എത്ര വർഷം പാർത്തു? അബ്രഹാമിന്റെ സന്തതി മിസ്രൈമിൽ എത്ര വർഷം അടിമകളായി പാർത്തു? 40 വർഷം. 7:6 എത്ര വർഷം പാർത്തു? 40 വർഷം. ദൈവം പരിച്ഛേദന എന്ന നിയമം കൊണ്ടുവന്നത് എങ്ങനെ? 7:8 നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു വലിയ ഒരു സന്ദേശവും ഒരു ദൂതും ഒരു ആത്മീക ആഴവും ഒരു ചിന്തയും ആമേൻ പരിശുദ്ധാത്മാവിൻ്റെ ഒരു അകമ്പടിയും ദൈവാത്മാവിൻ്റെ സാന്നിധ്യവും ദൈവാത്മാവിൻ്റെ സ്പർശനവും ദൈവാത്മാവിൻ്റെ ആളത്വവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പുസ്തകമാണ് 7-ാമത്തെ അധ്യായവും 8-ാമത്തെ അധ്യായവും 9-ാമത്തെ അധ്യായവും. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ.
ഇവിടെ ഈ പുസ്തകത്തിൽ, ഈ വായിച്ച പുസ്തകത്തിലൊന്നും ആമേൻ പൗലൂസ് പ്രത്യക്ഷനായിട്ടില്ല, വരാൻ പോകുന്നതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. വായിച്ചേ 7:6 പ്രൈസ് ദി ലോർഡ്. 8 വാക്യം വായിച്ചേ, 7:8. പിന്നെ അവന് പരിച്ഛേദന എന്ന നിയമം കൊടുത്തു. അങ്ങനെ അവൻ ഇസഹാക്കിനെ ജനിപ്പിച്ചു. 8-ാം നാൾ പരിച്ഛേദന ചെയ്തു. ഇസഹാക്ക് യാക്കോബിനെയും യാക്കോബ് 12 ഗോത്രപിതാക്കന്മാരെയും ജനിപ്പിച്ചു. മതി. ഗോത്രപിതാക്കന്മാർ 7:9. ആമേൻ. 7 ആമേൻ. നോക്കിക്കോണേ, ആ 7:14 നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത് അവർ എത്ര വർഷം എത്ര പേരായിരുന്നു? 75 പേരായിരുന്നു. നമുക്കറിയാം 7:14 വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഫറവോൻ യോസേപ്പിന്റെ കുടുംബത്തിനെതിരെ മിസ്രൈമിൽ വരുത്തിയ അവർ എത്ര പേരായിരുന്നു? 75 പേര്. ഒന്ന് വായിക്കാമോ? 7:14. 75 പേരുണ്ടായിരുന്നു അവർ. 7 യോസേഫ് ആളയച്ചു തന്റെ പിതാവായ യാക്കോബിനെയും കുടുംബത്തെയൊക്കെയും വരുത്തി. അവർ ആകെ 75 പേരായിരുന്നു. കണ്ടോ എന്താ ആളയച്ചു വരുത്താൻ കാര്യം? പഴയ നിയമത്തിൽ പഠിക്കുമ്പോൾ യോസേഫ് പ്രൈം മിനിസ്റ്റർ ആയിരിക്കുക മിസ്രൈമിൽ. പ്രൈം മിനിസ്റ്റർ. ഹല്ലേലൂയ. ആമേൻ. പ്രൈം മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ എല്ലാവരെയും അവൻ വരുത്തി. എല്ലാവരെയും വന്ന കാരണം വാഴ്ത്തത്വം കൊണ്ട് എന്താ? അവന്റെ മുമ്പിൽ എത്ര കറ്റ? 11 കറ്റ നമസ്കരിക്കണം. വാഴ്ത്തത്വം കിടപ്പുണ്ട് തങ്കം വേണ്ടിയേ, വാഴ്ത്തത്വം കിടപ്പുണ്ട് റോസ്ലി സിസ്റ്ററെ, വാഴ്ത്തത്വം കിടപ്പുണ്ട് റാണി സിസ്റ്ററെ. ആമേൻ. വാഴ്ത്തത്വം കിടപ്പുണ്ട്. നമസ്കരിച്ചേ പറ്റൂ. ഒരു സമയത്ത് അവരൊക്കെ തള്ളിക്കളയും, പക്ഷെ പിന്നത്തേതില് അവർ നമ്മുടെ കാൽ പിടിക്കുന്ന ഒരു സമയമുണ്ട്. ബെന്യാമൻ ഉൾപ്പെടെ 11 പേരും കാൽ പിടിച്ചു. സ്തോത്രം പറഞ്ഞില്ലല്ലോ. കാൽ പിടിക്കും. അഭിഷത്തിന് നേരെ സ്വപ്നം ദർശനമുള്ള നിന്നെ തകർക്കാൻ ആർക്കും കഴിയത്തില്ല. നിന്നിൽ ദർശനമുണ്ട്. ദർശനമുള്ളവർ എപ്പോഴും പ്രശ്നങ്ങളാ, എപ്പോഴും അവന്റെ മേൽ എപ്പോഴും പ്രശ്നങ്ങളാ, എപ്പോഴും അവന്റെ മേൽ പ്രയാസങ്ങളാ, എപ്പോഴും അവന്റെ മേൽ ഓരോ പരാതികളാ. കാരണം എന്തുണ്ട്? അവന്റെ മേൽ ദർശനമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതെല്ലാം ഓരോ പുസ്തകത്തിനകത്തുള്ള, ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മൾ ബാക്കിയുള്ള അധ്യായങ്ങളെല്ലാം മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാനൊക്കെ വളരെ സ്പീഡായിട്ട് അങ്ങ് പോയി. പക്ഷേ ഈ പുസ്തകത്തിനകത്ത് ഓരോ വാക്കുകൾ പറഞ്ഞു തന്നെങ്കിൽ ഇത് ചരിത്ര പുസ്തകമാണ്, സുവിശേഷമല്ല. ഇത് ചരിത്ര പുസ്തകമാണ്. ഈ പുസ്തകത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന വേദാംശം പഴയ നിയമത്തിനകത്തു നിന്നും ഒത്തിരി ഭാഗങ്ങൾ ഈ ചരിത്ര പുസ്തകത്തിനകത്ത് ആമേൻ പൗലൂസ്, ലൂക്കോസ് കൊണ്ടുവന്നിട്ടുണ്ട്. സ്തോത്രം. നമുക്ക് അത് വായിച്ചു. ആമേൻ. 7:20 നമ്മൾ വായിക്കുമ്പോൾ അവിടെ എന്താ? 7:20, 7:21, 7:22, 7:43, 7:48, 7:56, 7:56. പ്രൈസ് ദി ലോർഡ്. 7:58. ഇത്രയും വാക്കുകൾ നിങ്ങൾ കുറിച്ച് വച്ചിരിക്കണം. ആമേൻ. നിങ്ങൾ എന്നിട്ട് പിന്നീട് വായിക്കണം. 7:20, 7:21, 7:22, 7:43, 7:48, 7:56, 7 ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 58. ഇത്രയും വാക്യങ്ങൾ നിങ്ങൾ എഴുതി വെച്ച് സൂക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 8-ാമത്തെ അധ്യായത്തിലേക്ക് വരുന്നു. 8-ാമത്തെ അധ്യായത്തിലേക്ക്. ആമേൻ. 8-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ ആര് പ്രത്യക്ഷനാകുന്നു എന്നറിയാമോ? ആമേൻ. അവിടെ ഒരു വ്യക്തി പ്രത്യക്ഷനാകുകയാണ്. വായിക്കാം. 8:1. അവരെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. കേട്ടൂടായിരുന്നു കർത്താസേ? കേൾക്കാൻ പറ്റിയില്ലായിരുന്നു. 8:1. അവരെ കൊല ചെയ്തത് വേറെ ആള് വായിക്കണം. വായിച്ചോ. ഒരാൾ വായിച്ചോ. അവനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. അടുത്ത്. അന്ന് യെരുശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലനായിരിക്കെ എല്ലാവരും യഹൂദ ശമരിയ ദേശങ്ങളിൽ ചിതറിപ്പോയി.
ചിതറിപ്പോയി. ചിതറിപ്പോയി. എങ്ങനെ ചിതറിപ്പോയി? എല്ലാവരും യഹൂദിയ ശമരിയ ദേശങ്ങളിൽ ചിതറിപ്പോയി. എവിടെ? വലിയൊരു കഷ്ടം നേരിട്ടു സഭയിൽ. ചിതറിപ്പോയി. ചിതറിപ്പോയതിനെ ചേർക്കാനാണ് ഇന്ന് രാത്രി കർത്താവ് കുടുംബത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ചിതറിപ്പോയപ്പോ നമ്മൾ വിചാരിച്ചു എല്ലാം തീർന്നു, സകലവും തീർന്നല്ലോ, ഇനിയില്ല, തീർന്നു. നോ, തീർന്നില്ല. ദൈവസഭയിൽ ആമേൻ ചിതറിപ്പോയതിനെ ചേർത്ത് നിർത്തുന്ന ഒരു സ്വർഗം ഇന്ന് വൈകിയ വേളയിൽ നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. സ്തോത്രം. 8 ആമേൻ 1 നമ്മൾ വായിച്ചു. ആമേൻ. അവിടെ സഭയിൽ ഒരു ഭയങ്കര സംഭവം അവിടെ വരികയാണ്. ആമേൻ. 8 1-ാമത്തെ അധ്യായം മുതൽ 1-ാമത്തെ വാക്യം മുതൽ 14-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോഴും 14-ാമത്തെ വാക്യം മുതൽ 18-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോഴും 26-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നു സഭയ്ക്കകത്ത് ഭയങ്കര പ്രശ്നമാണ്. എന്താ സഭയ്ക്കകത്ത് പ്രശ്നം? ആമേൻ. അവിടെ ഒരുത്തൻ അവിടെ വന്നിട്ടുണ്ട്. അവന്റെ പേരാണ് ശൗൽ. അതാരാ? പൗലൂസ്. സഭയ്ക്കെതിരെ നിന്നവൻ, സഭകളെ പൂട്ടാൻ, സഭകളെ തകർക്കാൻ, വിശ്വാസികളെ കൊല്ലുവാൻ, പാസ്റ്റർമാരെ തകർക്കുവാൻ, വിശ്വാസ കുടുംബങ്ങളെ ഉടച്ചു കളയുവാൻ, ഗർഭിണികളെ തകർത്ത് കളയുവാൻ, പുരോഹിതന്മാരെ കഴുത്തിന് വെട്ടുവാൻ, ഷട്ടൂരുന്നത് പോലെ തൊലിയെ ഉരിച്ചു കളയുവാൻ ഭയങ്കര അധികാരവുമായി പുറപ്പെട്ടു വന്നൊരു മനുഷ്യനാണ് ശൗൽ. ഗമാലിയന്മാരുടെ ന്യായപ്രമാണത്തിന്റെ കീഴിലിരുന്ന് വേദപുസ്തകത്തെ ന്യായപ്രമാണത്തെ നല്ലവണ്ണം പഠിച്ച ഒരു അറിവ് സമ്പാദിച്ച ഒരു ജ്ഞാനിയായി ഒരുത്തനത് സഭയ്ക്കെതിരെ കടന്നു വരുന്നു. ആമേൻ. അതാണ് നമ്മൾ വായിച്ച 8-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. നോക്കിക്കേ, 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നു, ഭക്തിയുള്ള പുരുഷന്മാർ എണീറ്റു. സ്തെഫാനോസിനെ അടക്കം ചെയ്തതിനെതിരെ ഭക്തിയുള്ള പുരുഷന്മാർ. അപ്പൊ ചിലരൊക്കെ എന്ത് ചെയ്യണം? മരിക്കുമ്പോൾ അടുത്ത് ചിലർ എണീക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒന്ന് പിറകോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ യെശയ്യാ പ്രവാചക പുസ്തകത്തിലേക്ക് വരുമ്പോൾ, യെശയ്യാവിന്റെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ നമുക്കറിയാം, അവിടെ ഉസിയാ രാജാവ് മരിച്ചു എന്ന് പറഞ്ഞാൽ യെശയ്യാവ് 1, യെശയ്യാവ് 2, യെശയ്യാവ് 3, യെശയ്യാവ് 4, ഇത്രയും അധ്യായങ്ങളിൽ 5, ഈ 5 അധ്യായങ്ങളിൽ ദൈവം ഒന്നും സംസാരിച്ചില്ല. 6-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഉസിയാ രാജാവ് മരിച്ച ആണ്ടിൽ യഹോവയായ ദൈവം ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ആമേൻ യെശയ്യാ പ്രവാചകൻ കണ്ടു. അപ്പോഴാണ് അവർ കുറവിനെ സമ്മതിക്കുന്നത്. കണ്ടോ ആ വചനത്തിന്റെ ആഴം കണ്ടോ? അപ്പോഴാണ് ആ കുറവിനെ അവിടെ സമ്മതിക്കുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ഭക്തിയുള്ള പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ ഭക്തിയുള്ള ഒരു പുരുഷൻ സ്തെഫാനോസിനെ അടക്കം ചെയ്തിട്ട് അവനെക്കുറിച്ച് ആമേൻ പ്രൈസ് ദി ലോർഡ് ആമേൻ ഒരു വിലാപമെല്ലാം കഴിച്ച ശേഷം അവൻ ഒന്ന് ചാടി എണീറ്റ് നിന്നു. ആമേൻ. ഇന്ന് രാത്രി ചില പുരുഷന്മാരെ ദൈവം ചിലയിടത്തുനിന്ന് എണീപ്പിക്കാൻ പോകുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ചിലയിടത്ത് ദൈവം ചിലരെ എണീപ്പിക്കാൻ പോകുകയാണ്. എന്നറിയാമോ? ദൈവത്തിന് ചിലരെ ആവശ്യമുണ്ടെന്നേ 8:3 പറയുന്നു. അവിടെ ഇങ്ങനെയാണ് പറഞ്ഞത്, വീട് തോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും ആമേൻ പിടിച്ച് ഇടച്ച് തടവിൽ ഏൽപ്പിച്ചും കൊണ്ട് സഭയെ മുടിപ്പിച്ച് ആമേൻ വന്നവൻ ആര്? ശൗൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പുസ്തകം നമ്മൾ ശരിക്കും പഠിക്കുമ്പോൾ ഇതിനകത്ത് ഒത്തിരി ആഴങ്ങൾ കിടപ്പുണ്ട്. പിൻകാലത്തിൽ സഭയ്ക്ക് നേരെ പൗലോസിന് ശൗലിന് വേറെ ഒന്നും പ്രശ്നമല്ല, സഭകളെ തകർക്കണം, സഭയെ ആരാധനകൾ മുടക്കണം, ആരാധനകൾ നിർത്തലാക്കണം.